നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. അവൾ വിളി കേൾക്കുന്നില്ലല്ലോ. അവൾ ഈ ഭാഗത്തുണ്ടാവില്ല, അതാ വിളി കേൾക്കാത്ത. അതെ, എല്ലാരും സൂക്ഷിച്ചു നടന്നോണേ. അവൾ എന്തിനാ ഈ സ്ഥലത്തേക്ക് വന്നതെന്ന് എനിക്ക് മനസ്സിലാവാത്ത. അവൾക്ക് ഇതിന് മാത്രം ധൈര്യമുണ്ടോ? എന്റെ ധൈര്യം അവൾക്ക് കിട്ടിയേക്കുന്നേ. നമ്മൾ ഇങ്ങനെ സംസാരിച്ച ഈ പരിസരത്തെ കാട്ടാനയൊക്കെ കേൾക്കും. അയ്യോ, എവിടെ? ഒന്ന് ഉണങ്ങി നിക്കടി. അവിടെ ആനയൊന്നുമില്ല. അതിലേ പോ. വാ. എനിക്ക് ആനെ ഭയങ്കര പേടിയാ. നിന്റെ ഈ ധൈര്യമാണ് വൃന്ദയ്ക്കും കിട്ടിയിട്ടുള്ളതെങ്കിലേ അവൾ എവിടെയെങ്കിലും തലറം കിടക്കുന്നുണ്ടാവും. നീ എന്താ നിന്നത്? കാല് ഭയങ്കര വേദന. നിങ്ങൾ അറിയും മുമ്പിൽ നടക്കൂ. നിനക്ക് ചങ്കടിപ്പുണ്ടെങ്കിലേ അതങ്ങ് പറഞ്ഞാ പോരെ. അങ്ങോട്ട് മാറ്, ഞാൻ മുന്നിൽ നടക്കാം. ഇപ്പഴത്തെ നടക്ക്. നമ്മൾ ഇത്രയും ദൂരം വന്നിട്ടും വൃന്ദയെ പറ്റി ഒരു ക്ലൂവും കിട്ടുന്നില്ലല്ലോ. അവൾ ഈ ഭാഗത്തൊന്നും ഇല്ലേ? രാത്രി ആയതുകൊണ്ട് ഈ വഴിയൊന്നും മനസ്സിലാവുന്നുമില്ല. നിങ്ങളാരും പേടിക്കില്ലെങ്കിൽ ഞാനൊരു കാര്യം പറയട്ടെ. പറ, ഈ സമയത്തല്ലേ പേടിക്കാൻ പറ്റൂ. ആരും പേടിക്കരുത്, പറയാൻ പോവാ. പറയടി. ഹോസ്റ്റൽ, റീനാമ്മ, വൃന്ദയുടെ മുത്തശ്ശൻ, ഓപ്പോൾ 9 മണി. ആ കാര്യം പറഞ്ഞ് പേടിപ്പിക്കാതിരി. അതുകൊണ്ടല്ലേ ആരും പേടിക്കരുതെന്ന് ഞാൻ പറഞ്ഞത്. അല്ല, ഇവിടെ മനുഷ്യരാരുമില്ലേ? ഇത്രയും നേരമായിട്ട് ഒരു മനുഷ്യനെ പോലും കണ്ടില്ലല്ലോ. ഇങ്ങോട്ട് ഇതൊന്നും മനുഷ്യന്മാരല്ലേ? അമ്മേ, എന്താടി നീ ഇതിനെ പേടിച്ചേ? ഇവിടെ കണ്ടപ്പോഴേ ഒരു പ്രേത ലുക്ക്. പ്രേത ലുക്കേ നിനക്കടി? നീ മേക്കപ്പ് തോളല്ല, മേക്കപ്പ് പ്രേതോ. പ്രേതം എന്നെ പ്രേതാക്കിയോണ്ടല്ലോ നിങ്ങളെല്ലാവരെയും ഞാൻ ചോര കുടിച്ച് കൊല്ലും. ചോര കുടിക്കാൻ നീ ആരാ? കൊതുകോ? ഓടി. മതി, ഒന്ന് നടക്കോ? നടക്ക്. ഈ ഭാഗത്ത് ആനയുണ്ടെന്നല്ലേ പറഞ്ഞത്? ഉണ്ടാവും, നടക്ക്. നമസ്കാരം. സൂര്യമംഗലത്ത് തിരുമേനിയെ പറ്റി കേട്ടിട്ടുണ്ട്. നേരിട്ട് കാണാൻ കഴിഞ്ഞത് അനുഗ്രഹമായിട്ട് കരുതാ. ഇദ്ദേഹം ഡോക്ടർ ഗബ്രിയൽ, പാരാസൈക്കോളജിസ്റ്റ്. അതിലുപരി ഈ ഹോസ്റ്റലിന്റെ ഗവേണിംഗ് ബോഡി മെമ്പറുമാണ്. നമസ്കാരം. വൃന്ദ ഇവിടെ വെച്ച് പരിചയപ്പെട്ടപ്പോഴാ സൂര്യമംഗലത്തെ കുട്ടിയാണെന്ന് അറിഞ്ഞത്. വൃന്ദയുടെ കാര്യത്തില് അങ്ങ് വിഷമിക്കണ്ട, അവര് ഇവിടെ സുരക്ഷിതയാണ്. ഇപ്പോഴും ആശങ്ക വിട്ടു മാറുന്നില്ല ഡോക്ടറെ. എന്റെ കുട്ടിയുടെ വിവരങ്ങളൊന്നുമില്ല. ഓരോരുത്തരും ഓരോരോ കാരണങ്ങൾ പറയുന്നു. ഏതാ ഞാൻ വിശ്വസിക്കേണ്ടേ? നിമിത്തശാസ്ത്രത്തില് അഗ്രഗണ്യനായ അങ്ങക്ക് കേട്ട കാര്യത്തിലെ വിശ്വാസ്യത എത്രമാത്രം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. എന്റെ ശാസ്ത്രം പോലും കൈവിട്ടുപോയ മാനസിക അവസ്ഥയിലാണിപ്പോ. ഒരു കുറവുകൾ അറിയിക്കാതെ കരുതലോടെ ഞങ്ങൾ വളർത്തിയ കുട്ടിയാ. ഇവിടെ വന്ന് ഓരോന്ന് കേട്ട ശേഷം ചങ്കിടിച്ചിരിക്കുക. വൃന്ദയുടെ പാരന്റ്സ്? വൃന്ദയുടെ അച്ഛൻ ഫോറിൻ സർവീസിലാ. അയാള് വിദേശത്ത് എവിടെയോ ആണ്. എപ്പോഴെങ്കിലും ഒരു വിളി തേടി വന്നാലായി. അത്രേ ഉള്ളൂ അവൾക്ക് അച്ഛൻ. വൃന്ദയുടെ അമ്മ? അല്ല, വൃന്ദയ്ക്ക് അമ്മയില്ലേ? ഡോക്ടർ, ഇവരിപ്പോ എന്തെങ്കിലും പറയാൻ പറ്റിയ മാനസികാവസ്ഥയിലല്ല. ഡോക്ടർ ക്ഷമിക്കണം. എന്ത് തീരുമാനം എടുക്കണം എന്നറിയാനാവാത്ത അവസ്ഥയിലാണ് ഞാൻ. കുറെ കാര്യങ്ങൾ കേട്ടു. പുറത്ത് പോലീസ് കാത്തു നിൽപ്പുണ്ട്. എന്റെ കുട്ടികൾ, അവരാരും മടങ്ങി എത്തിയിട്ടില്ല. അവരെ ബന്ധപ്പെടാനും കഴിയുന്നില്ല. ഈ വൃദ്ധൻ എന്ത് ചെയ്യും? കേട്ട കാര്യങ്ങൾ പറഞ്ഞത് ഈ ഹോസ്റ്റലിലെ കുട്ടികളല്ലേ? അത് തൽക്കാലം വിശ്വസിക്കണ്ട.
നമുക്ക് 9 മണി വരെ വെയിറ്റ് ചെയ്യാം. ബാക്കി കാര്യങ്ങൾ അത് കഴിഞ്ഞ് ആലോചിക്കാം. ആ കുട്ടികൾ ഇവിടെ എത്താതിരിക്കാൻ ആരോ ആഗ്രഹിക്കുന്നുണ്ടല്ലോ.